കണ്ടോ നമ്മളുടെ എണ്ണയുടെ കളർ കണ്ടോ, നല്ല കറുപ്പ് പച്ച കണ്ടല്ലോ. അപ്പോൾ ഈ എണ്ണ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ സ്ഥിരമായിട്ട് കുറച്ച് കാലം തേച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഡൈ അടിക്കേണ്ടതായിട്ട് വരില്ല കേട്ടോ. നമുക്ക് ഇനി ഈ ഡൈ ഓയിൽ തലയിൽ തേക്കാം. എങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനെ ഒരു കോട്ടന്റെ പഞ്ഞി എടുത്തിട്ട് ഇഴകളിൽ നിങ്ങൾ നന്നായി തേച്ച് പിടിപ്പിക്കുക. ആഴ്ചയിൽ 2 ദിവസം തേച്ചാൽ മതി കേട്ടോ. കൂടുതൽ നരയുള്ളത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തോളൂ. എനിക്കിപ്പോൾ അതിനുള്ളേ ഉള്ളൂ, കാണാല്ലേ എവിടെയും ഇവിടെയും ഓരോന്ന് എനിക്ക് നരച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ തേക്കാൻ ഇനി കാണിച്ചു തരാം. ഇത് നരയുള്ള ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ തേക്കണ്ടു കേട്ടോ. ബാക്കി നമ്മളെ കേശസഞ്ജീവനി തേച്ചോളൂ, അതിനൊരു ദോഷവുമില്ല. ഇത് ആഴ്ചയിൽ 2 ദിവസം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായ കറുത്ത കളർ നമ്മളെ മുടിക്ക് വരും. കുറേ ദിവസം ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ല കറുപ്പുള്ള മുടി തന്നെ ആവും കേട്ടോ നമുക്ക്. അപ്പോൾ ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു മസാജ് കൊടുത്തിട്ട് കെട്ടി വെക്കുക. എന്നിട്ട് ഇനി ഇത് എന്തുകൊണ്ടാണ് കഴുകി കളയേണ്ട സീക്രട്ടാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മൾ വാങ്ങിക്കൊടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് വരെ എല്ലാവരും കാണണം കേട്ടോ. ഒരു 6 ചെമ്പരത്തിപ്പൂവ്, ഇതിലധികം വേണമെങ്കിലും കൂട്ടാട്ടോ. നമ്മൾ ഉണ്ടാക്കാനുള്ള ഷാമ്പൂയിലേക്ക് ഉള്ളതാണത്. ഇത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കണ്ട, കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇത് നന്നായി അരച്ചെടുക്കുക. നമുക്ക് നാച്ചുറൽ ഷാമ്പു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീവയ്ക്കപ്പൊടി പറയും, ശിക്കാക്കായ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ശിക്കാക്കായ് പണ്ട് കാലത്ത് നമ്മളെ അമ്മമാര് ഈ സോപ്പൊന്നും ഇല്ലാത്തൊരു കാലം, ഷാമ്പു ഒന്നും, പക്ഷെ നമ്മളെ അമ്മമാര് ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തന്നെ അവരുടെ മുടി അധികം നരയ്ക്കുകയും ചെയ്യണില്ല. ഇത് നമ്മളുടെ മുടിയിൽ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിലനിർത്തി ചളി മാത്രം കളയും. നമ്മളെ വേണ്ടാത്തതൊക്കെ അവൾ അത് കളയും. മറ്റേത് നമ്മളെ എന്താ പറയുക കെമിക്കലിലെ ഷാമ്പു വേണ്ടതും വേണ്ടാത്തതും മുഴുവൻ കംപ്ലീറ്റ് കളഞ്ഞ് നമ്മളെ മുടി സ്വാഭാവികമായ കറുത്ത കളറൊക്കെ മാറ്റി ചെമ്പൻ കളർ വരും, പെട്ടെന്ന് നര വരും, തലയോട്ടിക്ക് ഒരു സുഖവും കിട്ടണില്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ശിക്കാക്കായി തലയോട്ടി തണുപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ ശിക്കാക്കായ്ക്ക്. ഇത് തേക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും, നമ്മളെ സ്ട്രെസ് മാറി കിട്ടും. അത് കാരണം നമുക്ക് ഈ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉള്ളവർക്ക് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് വരും, അങ്ങനെ നല്ല ഉറക്കമൊന്നും കിട്ടണില്ല. അപ്പോൾ ഇത് നിങ്ങൾ താളിക്ക് പകരം ഷാമ്പൂവിന് പകരം ഇത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. അത് കാരണം നിങ്ങളുടെ മുടി വളർച്ച നന്നായി കൂട്ടും കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് 2 ടീസ്പൂൺ മതി. അവനൻ്റെ അളവിൽ അവനാ എടുത്തോളൂ കേട്ടോ. ഞാൻ 2 ടീസ്പൂണേ എടുക്കാറുള്ളൂ. നല്ല മുടി വളർച്ച കൂട്ടും ചെയ്യും കേട്ടോ. മുടിക്ക് നല്ല ഉള്ളു പെട്ടെന്ന് വെക്കും. നിങ്ങൾ ഇതുകൊണ്ട് തന്നെ മുടി കഴുകി നോക്കൂ. ഈ ഷാമ്പു വാങ്ങണേലേക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ചീവയ്ക്കപ്പൊടി എടുത്തു, അതായത് ശിക്കാക്കായ്. ഇനിയിപ്പോൾ ആൾക്കാർക്ക് ചീവയ്ക്കാമെന്നും പറഞ്ഞാൽ അറിയില്ല. പിന്നീട് നമ്മൾ എടുക്കണത് ചെമ്പരത്തിപ്പൂവാണ്. കണ്ടോ ചെമ്പരത്തിപ്പൂവ് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. നമ്മളിത് അരച്ചതാവുകൊണ്ട് ഇതിൽ ഓരോ തരിയുണ്ട്, ഒരു തരി പോലും നമ്മളെ മുടിയിൽ വരാൻ പാടില്ല. നമ്മൾ ഈ അരിപ്പേ കൂടെ കണ്ടോ ചണ്ടി പെടാതെ നല്ല ആ ജ്യൂസ് മാത്രമേ നമുക്ക് വേണ്ടൂ. നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ ചീവയ്ക്കപ്പൊടി മാത്രം ചേക്കുമ്പോൾ ചിലവർക്ക് ഒരു ഡ്രൈ ഹെയർ ആവും ചിലവർക്ക്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെമ്പരത്തി പൂവ് കൂട്ടണത്. ഇത് നല്ല സ്മൂത്തി സിൽക്കി ആവണതാണല്ലോ. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായ മുടിക്ക് യാതൊരു കേടും വരാതെ ഒരു മുടിയിഴകളിൽ ഡ്രൈ ആയി എന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ പൂവ് നിങ്ങൾ അരച്ച് കൂട്ടിയാൽ ധാരാളം മതി. അതിലാണ് നിങ്ങൾ ഈ ചീവയ്ക്കപ്പൊടി കലക്കി മുടിയിൽ തേക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ നാച്ചുറൽ ഷാമ്പൂ കേട്ടോ. ഒരു കെമിക്കലും ഇതിൽ അടങ്ങിയിട്ടില്ല, യാതൊരു പേടിയില്ല. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ചീവയ്ക്ക കിട്ടുകയാണെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, എന്നിട്ട് അത് ഞെരടി പിഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ നാച്ചുറൽ ഷാമ്പൂ ഇവിടെ റെഡിയായി കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിക്കണം, കാരണം ഇത് നൈസ് പൊടിയാണ്. അതുകൊണ്ട് ചെമ്പരത്തിപ്പൂവ് നിങ്ങൾ കൂട്ടണം. ഇനി നിങ്ങൾക്ക് വേണമെച്ചാൽ ഇതിൽ കോഴിമുട്ടയുടെ വെള്ളം ആഡ് ചെയ്യാം, അലോവേര ആഡ് ചെയ്യാം. അപ്പോൾ കോഴിമുട്ടയുടെ വെള്ളയ്ക്ക് ചെറിയൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു തുള്ളിയോ 2 തുള്ളിയോ നാരങ്ങനീര് ഒറ്റിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവ് ഉണ്ടാകുമ്പോൾ ഇത് ധാരാളമാണ്. കണ്ടത് ഇനി മുടി ഒരിക്കലും ഡ്രൈ ആവില്ല. അപ്പോൾ ഇനി ഷാമ്പു ഇവിടെ ഇരിക്കട്ടെ. ഷാമ്പു തയ്യാറായി. ഇനി നമുക്ക് എണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ എണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം കേട്ടോ. ഡൈ ഓയിൽ, അതിനെ നമുക്ക് ഡൈ ഓയിൽ ഉണ്ടാക്കാൻ ഇത്ര കറിവേപ്പില മതി. അതിനുള്ള എണ്ണ ഞാൻ ചേർക്കണുള്ളൂ. എണ്ണ കൂടുന്തോറും കറിവേപ്പില
കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇല നന്നായി ഊരി ഇതിലിടാം. തണ്ടൊന്നും ഇനിയിപ്പോൾ പെട്ടോളന്നില്ല. ഇനി തണ്ട് പെട്ടു വെച്ചിട്ട് ദോഷമില്ല കേട്ടോ. കറിവേപ്പിലയുടെ തണ്ടിനടക്കം നല്ല പോഷകമാണ്. അപ്പോൾ നമുക്ക് ഈ കറിവേപ്പില ഇങ്ങനെ ഇതിലേക്ക് ഇടാം. നമ്മൾ ഈ കറിവേപ്പില ക്രഷ് ചെയ്യണത് ഈ എണ്ണയിൽ തന്നെയാണ്, പച്ചവെള്ളം പറഞ്ഞിട്ടല്ല കേട്ടോ ക്രഷ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എണ്ണ നമുക്ക് ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ഒരു കടായിലേക്ക് ഈ എണ്ണ ഇങ്ങനെ ഒഴിക്കണം. ഇതിനി നമുക്ക് ഏത് ചായപ്പൊടിയും ഉപയോഗിക്കാം. ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി മതി. എത്ര തോന അളവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന ചായപ്പൊടി എടുക്കണം. ഇനി ഇത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് തിളയ്ക്കുന്ന വരെ നന്നായിട്ട് കത്തിച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ തീയിൽ വേണം കേട്ടോ അത് തയ്യാറാക്കാനായിട്ട്. ചായപ്പൊടി അതുകൊണ്ട് കരിഞ്ഞു പോകും. പക്ഷേ ഇത് കറിവേപ്പില ഉണ്ടാവുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇരുമ്പിൻ്റെ തന്നെ എടുക്കാവൂ, അലുമിനിയത്തിൽ നിങ്ങളിത് കാച്ചരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂപ്പ് കൂടി പോവുള്ളൂ. ചൂട് നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മളുടെ ഇരുമ്പിനെയാണ് ഉള്ളൂ കേട്ടോ. നമ്മളുടെ ഈ ചായപ്പൊടിയിൽ നന്നായിട്ട് കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഈ കഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുടിവേരുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മുടിയെ നന്നായി ബലപ്പെടുത്തുന്നുണ്ട്. ആ ബലപ്പെടുത്തുന്നതോട് കൂടി ഇതിനെ സ്വാഭാവികമായ കറുത്ത കളർ നൽകാൻ കൂടി നമുക്ക് സഹായിക്കുന്നു. അപ്പോൾ ചായപ്പൊടി, ചുരുക്കി പറഞ്ഞാൽ ചായപ്പൊടി നമ്മളെ മുടിക്ക് ഏറ്റവും നല്ലൊരു എണ്ണ തന്നെയാണ് കേട്ടോ. ചായപ്പൊടി എണ്ണ ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കേണ്ടൂ എന്ന് മാത്രം. നമ്മളുടെ കറിവേപ്പിലയാണ് കേട്ടോ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. കറിവേപ്പിലയിൽ ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മുടി നന്നായി കറുക്കാനും നന്നായി വളരാനും നമ്മളെ കറിവേപ്പിലയ്ക്ക് നല്ല കഴിവാട്ടോ. അപ്പോൾ നമ്മളെ കറിവേപ്പില മുടിക്ക് വെറുതെ ഒരു പാക്കായിട്ടിട്ടാലും എണ്ണയിൽ തേച്ചാലും ഒക്കെ നമ്മളെ മുടിക്ക് നല്ലതാണ്. അപ്പം നമ്മളെ എണ്ണ ഇത്രയും സമയം വേണ്ടു കേട്ടോ. അത് നല്ല പാകതയിൽ മൂത്ത് പതലൊക്കെ അടങ്ങി കണ്ട. ഇതിൻ്റെ മൂപ്പ് നോക്കിയിട്ട് വേണം എല്ലാവരും വാങ്ങി വെക്കാൻ. ഒരുപാട് അധികം ആവരുത്, കമ്മി ആവരുത്. അപ്പോൾ ഇത് നമ്മളെ മണൽപ്പരുവെന്ന് പറയൂ കേട്ടോ. നമ്മളെ കയ്യിലെടുത്താൽ അങ്ങനെ മണൽത്തരി പോലെ ഉണ്ടാവും ഇതിൻ്റെ കൽക്കനൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു, എണ്ണ വാങ്ങി. അപ്പം നമുക്ക് ഈ എണ്ണ ഇങ്ങനെ ഒരു ജാറിലേക്ക് ഇങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഈ എണ്ണ സ്ഥിരമായിട്ട് കുറച്ച് കാലം നിങ്ങൾ മുടിയിൽ തേക്കുകയാണെങ്കിൽ, സ്കാൽപ്പിലും ഇഴകളിലും തേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായ കറുത്ത കളർ കിട്ടും, അകാലനര കുറയ്ക്കും. പിന്നെ ഇതൊരു ഡൈ ഓയിലായിട്ട് നിങ്ങൾക്ക് ഡെയിലി പറഞ്ഞാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം മതി നിങ്ങൾ തേച്ചിട്ട് ശിക്കാക്കായ് ഷാമ്പു എന്തെങ്കിലും ഇട്ട് കഴുകി കളയാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡൈ അടിക്കേണ്ടതായിട്ട് വരില്ല കേട്ടോ. നമ്മളുടെ ഈ ശിക്കാക്കായിലെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊളാജിൻ ഉൽപ്പാദനം പെട്ടെന്നാക്കിയിട്ട് മുടി പെട്ടെന്ന് വളർത്താൻ നമ്മളുടെ ഈ ശിക്കാക്കായ് ഷാമ്പൂവിന് സാധിക്കും. അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ കെമിക്കൽ ഷാമ്പു നിങ്ങൾ തേക്കേണ്ട മക്കളെ. നിങ്ങളുടെ മുടിക്ക് ഒരുപാട് കേടാണ് കെമിക്കൽ ഷാമ്പു. കണ്ടോ, നല്ലതാണ്. ഇനി ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളെ ശിക്കാക്കായിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ മുടി വേരുകൾക്ക് പ്രായമാകണത് തടയാനുള്ളൊരു കഴിവ് നമ്മളെ ശിക്കാക്കായ്ക്കുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമുക്ക് ടെൻഷൻ കുറയും കേട്ടോ. ഇത് തലയ്ക്ക് നല്ല തണുപ്പാണ് കുട്ടികളെ. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കും. നമുക്ക് നല്ല ഉറക്കം കിട്ടും രാത്രി. അതും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഗുണം. ഇതിൽ വിറ്റാമിൻ എ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ട എല്ലാ വിറ്റമിനുകളും നമ്മളെ ശിക്കാക്കായിലുണ്ട്. പോരാത്തത് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ ധാരാളം ഉണ്ട്. അത് കാരണം നമ്മളെ മുടിക്ക് നല്ല ബലം, നല്ല ഉള്ളു വെക്കാനൊക്കെ അത് സഹായിക്കും കേട്ടോ. പിന്നെ ഇത് കാരണം ചെറിയ ചെറിയ ധാതുക്കൾ ഒരുപാടുണ്ട് ഇതിൽ അടങ്ങിയിട്ട്. ഇനി ഒന്നും പറയാനില്ല. പ്രകൃതി നൽകിയ ഒരു ഒന്നാന്തരം മൾട്ടി വിറ്റമിൻ ഷാമ്പു, അതാണ് നമ്മളെ ശിക്കാക്കായ്. അപ്പോൾ നമ്മളുടെ എണ്ണ നമ്മൾ തേച്ച് കഴിഞ്ഞു. ഇപ്പോൾ 1 മണിക്കൂറായി. ഇനി നമുക്കിത് ഷാമ്പു തേക്കാം. ഈ ഷാമ്പു നിങ്ങൾ തേച്ചിട്ട് ഒരുപാട് സമയം തലയിൽ വെക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അല്ല, നിങ്ങൾ കുളിമുറിയിൽ ചെന്ന വഴിക്ക് ഇതാണ് തേക്കുക ഈ ഷാമ്പു. എന്നിട്ട് മേലിലെ സോപ്പൊക്കെ തേച്ച് കഴുകി കളയണ സമയം മതി. അത്ര സമയം മുടിയിലിരുന്നാൽ മതി. എങ്കിലും എന്താ വെച്ചാൽ മുടിയിലത്തെ നമുക്ക് ഒരു മിനുസുള്ള എണ്ണമയം ഒന്നും ഈ ശിക്കാക്കായി കളയില്ല. എങ്കിലോ ചളി നന്നായി കളയും ചെയ്യും. തലയോട്ടിയിലെ ചൊറിച്ചിലൊക്കെ ഇത് തേക്കുക. കാരണം നല്ല വ്യത്യാസമുണ്ട്. താരനൊക്കെ പോവും മക്കളെ. അപ്പം ഇതന്നെ നിങ്ങൾ ഉപയോഗിക്കണം. നമ്മളെ ഈ ഡൈ ഓയിൽ ഉപയോഗിക്കുമ്പോൾ എന്ന് മാത്രമല്ല കുട്ടികളെ, കടയിൽ നിന്ന് വാങ്ങണ കെമിക്കൽ ഷാമ്പു നമ്മളെ മുടി കുറച്ച് കാലം ഉപയോഗിച്ചാൽ ഡാമേജ് വരുന്നുണ്ട്. അറ്റം വെട്ടിപ്പിളരും ഒക്കെ ചെയ്യണത് ഈ ഷാമ്പൂവിൻ്റെ അമിതമായ ഉപയോഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഷാമ്പു തേക്കാൻ കേട്ടോ നമ്മളുടെ എണ്ണ
അപ്പോൾ പാകത്തിന് മൂപ്പ് മണൽ പരുവ കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതിലെ കറിവേപ്പില പെതുക്കെ ഓരോന്ന് പൊട്ടാൻ തുടങ്ങണം. അങ്ങനെ കയ്യിലെടുത്ത് ഞെരടിയാൽ മിക്സ്ചറിലെ കറിവേപ്പില ഉണ്ടല്ലേ അങ്ങനെ കരിയാനോട്ട് പാടൂല. ചായപ്പൊടി ഉണ്ടാവുകൊണ്ട് സിമ്മിലിട്ടിട്ട് ഉണ്ടാക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ജാറിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇത്രയൊരു കുപ്പി എണ്ണയാണ് ചെറിയ ഇതിൽ കണ്ടില്ലേ നിങ്ങൾ, ആ ഇരുമ്പിൻ്റെ കടായിൽ ഞാൻ ഉണ്ടാക്കേണ്ട അത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിനെ അളവ് എടുത്തിട്ടാണ് ഞാൻ അതിൽ ഒഴിച്ചതും. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ഒഴിച്ച് വെച്ചു. പിന്നെ എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് കാലം ഉപയോഗിക്കാം. ആഴ്ചയിൽ 2 ദിവസം നിങ്ങളിത് സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കൂ. നാച്ചുറലായിട്ട് മുടി കറുത്ത് വരും. പിന്നെ കെമിക്കൽ ഡൈ നമുക്ക് പേടിക്കേണ്ട, ഇത് ഏത് പ്രായക്കാർക്കും തേക്കാം കേട്ടോ. അകാലനരക്ക് ഇത് ബെസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഷാമ്പു തലയിൽ തേക്കാം. ശിക്കാക്കായി ചേർക്കുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ തലേ ദിവസം കഞ്ഞിര വെള്ളത്തിൽ കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് തൈര്, അതും അല്ലെങ്കിൽ ചെമ്പരത്തി, ഞാൻ കാണിച്ചില്ലേ ചെമ്പരത്തി, അല്ലെങ്കിൽ കോഴിമുട്ട വെള്ള, അല്ലെങ്കിൽ കറ്റാർവാഴ, ഇതേതെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ ഇരട്ടി ഗുണമാണ്. നമ്മളെ മുടി ഡ്രൈ ആകുമോ എന്നുള്ള പേടി നമുക്ക് വേണ്ട. മറ്റേത് എനിക്കിങ്ങനെ തേച്ചപ്പോഴേ ചെറുതായിട്ട് ഡ്രൈ ആയോ തോന്നുകയാണ്, ഇതൊന്നും കൂട്ടാതെ തേച്ചപ്പോൾ. അപ്പോൾ ഞാനിത് ചെമ്പരത്തിപ്പൂ ഒരു പ്രാവശ്യം എടുത്ത് തേച്ചപ്പോൾ നല്ല സ്മൂത്തി മുടിയായി, നല്ല സിൽക്കി, എന്താ പറയുക, നല്ല കരാറ്റിൻ ചെയ്ത പോലെ നമ്മൾ മുടിയൊക്കെ ഒന്നിനോടൊന്ന് തൊടാതെ നല്ല വൃത്തിയായി നിൽക്കേണ്ട, തലയോട്ടിയൊക്കെ ക്ലീനായിട്ട് നമുക്ക് തന്നെ തോന്നും. അപ്പോൾ ഇത് നമുക്ക് തലയിൽ തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം കേട്ടോ. നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മടണ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.